Hi dears, today we are discussing exercise 1.2. First question, exercise 1.2 will word problems ആണ്. Question നന്നായിട്ട് read ചെയ്യുക. Question read ചെയ്ത് മനസ്സിലാക്കിയിട്ട് addition ആണോ, subtraction ആണോ, multiplication ആണോ, division ആണോ ചെയ്യേണ്ടതെന്ന് question clear ആക്കി വായിക്കുക. എന്നിട്ട് ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പം വേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാനായിട്ട്. വേർഡ് പ്രോബ്ലം വെറുതെ എന്തെങ്കിലും ആഡ് ചെയ്ത് വെക്കോ സബ്ട്രാക്ട് വെക്കോ അങ്ങനെയൊന്നുമല്ല, വേ എഴുതിയിട്ട് വേണം വേർഡ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എക്സാമിന് വേ എഴുതുന്നതിന് മാർക്കുണ്ട്. അഥവാ ആൻസർ തെറ്റിപ്പോയാലും വേ കറക്റ്റ് ആണ് വന്നിരിക്കുന്നത്, വേ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് മാർക്ക് കിട്ടും. അപ്പം ഇതുപോലെ വേർഡ് പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് ശ്രദ്ധിക്കേണ്ട കാര്യം വേ എഴുതണം, അതാണ് ഫസ്റ്റ്. ഓക്കെ, സ്റ്റെപ്പ് എഴുതി ഓരോ സ്റ്റെപ്പും എഴുതി നമ്മൾ ചെയ്യണം. അതോടൊപ്പം ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം. റീഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് ഏത് ആഡ് ചെയ്യാണോ, സബ്ട്രാക്ട് ചെയ്യാണോ, മൾട്ടിപ്ലൈ ചെയ്യുകയാണോ, ഡിവൈഡ് ചെയ്യുകയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എ ബുക്ക് എക്സിബിഷൻ വാസ് ഹെൽഡ് 4 days in a school. അതായത് ഒരു സ്കൂളില്, നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും എക്സിബിഷൻ നടത്തും അല്ലെ. അപ്പം ഒരു സ്കൂളിൽ 4 ദിവസം എക്സിബിഷൻ നടക്കുകയാണ്. എ ബുക്ക് എക്സിബിഷൻ വാസ് ഹെൽഡ് 4 days in a school. അതായത് 4 ദിവസം അവിടെ എക്സിബിഷൻ ആണ് നടക്കുന്നത്. The number of tickets sold on the first, second, third and final day was 1094, 1812, 2050 and 2751. അതായത് ഓരോ ദിവസവും ടിക്കറ്റ് എടുത്താണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ആദ്യത്തെ ദിവസം എത്ര ടിക്കറ്റ് ആണ് വിറ്റത്? 1094. സെക്കൻഡ് ഡേയിൽ 1812, തേർഡ് ഡേ 2050, ഫോർത്ത് ഡേ 2751. ഇത്രയും ടിക്കറ്റ്സ് ആണ് സോൾഡ് ചെയ്തത്. Find the total number of tickets sold for all the day. അതായത് ഈ 4 ദിവസങ്ങളിലുമായിട്ട് എത്ര ടിക്കറ്റ് വിറ്റു, എത്ര ടിക്കറ്റ് ആണ് വിൽക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഫൈൻഡ് ദ ടോട്ടൽ എന്ന് കണ്ടു. ടോട്ടൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം, അത് എന്ത് ചെയ്യാനാണ്? യെസ്, ആഡ് ചെയ്യാനാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടേംസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേർഡ് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഒരു ടോട്ടൽ എന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം അത് പ്ലസ് ചെയ്യാനായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഈ 4 ദിവസത്തെയും കൂടെ വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേ എഴുതണം. ഫസ്റ്റ് വേ നമുക്ക് എങ്ങനെ എഴുതാം? The number of tickets sold on first day. അല്ലെ, ഫസ്റ്റ് ഡേയിൽ വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, number of tickets sold on first day. ഫസ്റ്റ് ഡേയിൽ എത്ര ടിക്കറ്റ്സ് ആണ് വിറ്റത്? 1094. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരിക്കാം? Yes, number of tickets sold on second day. രണ്ടാമത്തെ ദിവസം വിറ്റ ടിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ 1812 ആണ്. Then third step, number of tickets sold on third day. മൂന്നാമത്തെ ദിവസം വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം 2050. Then the fourth step, number of tickets sold on fourth day. നാലാമത്തെ ദിവസം വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം 2751. അപ്പൊ നമ്മൾ ഇതാണ് നമ്മളുടെ വേ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടിക്കറ്റ് സോൾഡ് ഓൺ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേയിൽ വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം 1094. Then number of tickets sold on second day, number of tickets sold on third day, number of tickets sold on fourth day. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ് സോൾഡ് എന്ന് പറഞ്ഞ് എഴുതാം. എന്നിട്ട് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യണം. അതായത് 1094 പ്ലസ് 1812 പ്ലസ് 2050 പ്ലസ്
2751. ഇത് നാലും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം രണ്ടെണ്ണം ആഡ് ചെയ്യാം, എന്നിട്ട് അടുത്ത രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാവുന്നവർ അങ്ങനെ ചെയ്യുക. ഓക്കെ, 4 + 2 6 ആണ്. 6 + 1 7. ഓക്കെ, 9 + 1 10. 10 + 5 15. 15 + 5 20. 20 നമ്മൾ 0 എഴുതി. 2 എന്ന് പറയുന്ന നമ്മുടെ ക്യാരി ഓവർ ആണ്. ഇനി 2 + 8 10. 10 + 7 17. Again carry over 1. 1 + 1 2. 2 + 1 3. 3 + 2 5. 5 + 2 7. Okay, so the answer is 7707. അതായത് ഈ 4 ദിവസവുമായിട്ട് വിറ്റ ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 7707 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ടോട്ടൽ തന്നിരിക്കുന്ന എല്ലാം കൂടെ പ്ലസ് ചെയ്യുകയാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, then second question. ശേഖർ ഈസ് എ ഫേമസ് ക്രിക്കറ്റ് പ്ലെയർ. ശേഖർ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. He has so far scored 6980 runs in test matches. അതായത് ടെസ്റ്റ് കളിയിൽ, നിങ്ങൾക്ക് അറിയാം ക്രിക്കറ്റ് കളിയിൽ ടെസ്റ്റ് ഉണ്ട് അല്ലെ? ടെസ്റ്റ് കളിയിൽ അദ്ദേഹം 6980 റൺസ് സ്കോർ ചെയ്തു. He wishes to complete 10,000 runs. പക്ഷെങ്കിൽ ആ ക്രിക്കറ്റ് കളിക്കാരന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്ര റൺസ് എടുക്കുക എന്നതായിരുന്നു? യെസ്, 10,000 റൺസ് അടിച്ചിട്ട് ഔട്ടായാൽ മതി എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷെങ്കിൽ അദ്ദേഹം 6980 റൺസ് ആയപ്പോഴത്തേക്കിനും ഔട്ടായി പോയി. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹം 10,000 റൺസ്, ടെസ്റ്റ് മാച്ചില് 10,000 റൺസ് എടുക്കണം എന്നായിരുന്നു ആ ക്രിക്കറ്റ് കളിക്കാരന്റെ ആഗ്രഹം. പക്ഷെങ്കിൽ 6980 ആയപ്പോഴത്തേക്കിനും ഔട്ടായി. ഓക്കെ, then how many more runs he needed? അപ്പൊ അവന് 10,000 റൺസ് ആവണമെങ്കിൽ ഇനി എത്ര റൺസും കൂടെ കിട്ടണം? ഇപ്പൊ കയ്യിലുള്ള റൺസ് എന്ന് പറഞ്ഞാൽ 6980 ആണ്. ഇനി 10,000 ആകണമെങ്കിൽ, അതായത് 10,000 റൺസ് അടിക്കണമെങ്കിൽ ഇനി എത്ര റൺസും കൂടെ കൂടുതൽ അടിച്ചാൽ 10,000 റൺസ് ആകും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇപ്പം അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് 6980 ആണ്. അത് 10,000 ആവണമെങ്കിൽ എത്ര വേണം എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഹി നീഡഡ്, അതായത് എത്രയും കൂടെ വേണം. ഹി നീഡഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം അവിടെ സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ ഞാൻ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞു ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ആഡ് ചെയ്യണം. ഇനി ഹി നീഡഡ് അവന് ഇത്രയും കൂടെ ആവശ്യമുണ്ട് അല്ലെ, കുറച്ചും കൂടെ റൺസ് കിട്ടണം. അപ്പൊ അത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മള് അവന്റെ ആഗ്രഹം എന്താണോ അതിൽ നിന്ന് ഇപ്പൊ കിട്ടിയ റൺസ് നമ്മള് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ വേ എഴുതണം അല്ലെ. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് പ്രോബ്ലത്തിന് വേ എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം. ഇപ്പം അദ്ദേഹം അടിച്ചിരിക്കുന്ന റൺസ് എന്ന് പറയുന്നത് 6980 റൺസ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് റൺസ് സ്കോർഡ്. നമ്പർ ഓഫ് റൺസ് സ്കോർഡ്, അതായത് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്ന റൺസ്. ഇപ്പം അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്ന റൺസ് എന്ന് പറഞ്ഞാല് 6980 ആണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ആഗ്രഹം എത്രയാണ്? 10,000 വേണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ നമുക്ക് എഴുതാം ഹി വിഷസ് ടു കംപ്ലീറ്റ്. അതായത് അദ്ദേഹത്തിന് എത്ര റൺസ് വേണം എന്നാണ്. നമ്പർ ഓഫ് റൺസ് ഹി വിഷസ്, അല്ലെങ്കിൽ ഹി വിഷസ് ടു കംപ്ലീറ്റ്, എങ്ങനെയെങ്കിലും എഴുതാം. ഇങ്ങനെ എഴുതിയാലും മതി. നമ്പർ ഓഫ് റൺസ് ഹി വിഷസ്. ഓക്കെ, നമ്പർ ഓഫ് റൺസ് ഹി വിഷസ്, അതായത് അദ്ദേഹത്തിന് എത്ര റൺസ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം? 10,000 റൺസ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഓക്കെ, പക്ഷെങ്കില് ഇനി എത്ര റൺസും കൂടെ കിട്ടിയാൽ അദ്ദേഹത്തിന് 10,000 ആകും? നമ്പർ ഓഫ് റൺസ് ഹി നീഡ് ടു സ്കോർ. നമ്പർ ഓഫ് റൺസ് ഹി നീഡ് ടു സ്കോർ. അദ്ദേഹത്തിന്
എത്ര റൺസും കൂടെ കിട്ടിയാൽ 10,000 ആകും. ഇപ്പൊ കയ്യിലുള്ളത് 6,980 ഉള്ളൂ. അത് എത്രയാന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് 10,000 മൈനസ് 6,980 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. നോക്കിക്കേ, അപ്പൊ നമുക്കൊന്ന് സബ്ട്രാക്ഷൻ നടത്താം. 10,000 മൈനസ് 6,980. 0 മൈനസ് 0 0 ആണ്. ഇവിടെ 0യിൽ നിന്ന് 8 പോകില്ല. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? 10 ആക്കി. ഇവിടെ വെട്ടി 9 ആകും, ഇവിടെ വെട്ടി 9 ആകും, ഇവിടെ 0 ആകും അല്ലെ. ഇനി 10 മൈനസ് 8 2 ആണ്, 0 ആണ്, 3 വരും. സോ ദ ആൻസർ ഈസ് 3020. അതായത് 3020 റൺസും കൂടെ അടിച്ചാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം 10,000 റൺസിൽ എത്തും. അപ്പം എത്ര റൺസും കൂടെ കൂടുതൽ വേണം? നീഡഡ്. ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്തോളുക. നീഡഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സബ്ട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം. ടോട്ടൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, ഇനി എത്രയും കൂടെ വേണം, അല്ലെങ്കിൽ ലെഫ്റ്റ്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ. Then third question നോക്കിക്കേ. In an election, the successful candidate registered 5,77,500 votes. അതായത് നമുക്കറിയാം ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് അതായത് ജയിച്ചു നിൽക്കുന്ന ആൾക്ക് കൂടുതൽ വോട്ട് ഉണ്ടാകും അല്ലെ. അപ്പം the successful candidate registered 5,77,500 votes. അതായത് ജയിച്ച കാൻഡിഡേറ്റ്, അതായത് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 5,77,500 വോട്ട്സ് ആണ് ആ ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. ആൻഡ് ഹിസ് നിയറസ്റ്റ് റിവൽ സെക്യൂർഡ് 3,48,700 വോട്ട്സ്. അതായത് അദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ നിന്ന മറ്റൊരു സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ തോറ്റ സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 3,48,700 വോട്ട്സ് ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ. ബൈ വാട്ട് മാർജിൻ ഡിഡ് ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് വിൻ ദ ഇലക്ഷൻ? എങ്കിൽ ആ ജയിച്ച സ്ഥാനാർത്ഥി എത്ര വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്? നമ്മുടെയൊക്കെ അവിടെയൊക്കെയാണ് ഇലക്ഷൻ നടക്കുമ്പം റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഇത്ര വോട്ടിന് തോറ്റു അല്ലെ, ഒരു 10,000 വോട്ടിനാണ് മറ്റേ സ്ഥാനാർത്ഥി തോറ്റത് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എന്ന് പറയുന്ന പോലെ ഇവിടെ ജയിച്ച ആൾക്ക് കിട്ടിയേക്കുന്നത് 5,77,500 ആണ്. തോറ്റ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 3,48,700 ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്ര വോട്ടുകൾക്ക് ജയിച്ചു, എത്ര ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പം അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. അതായത് ജയിച്ച സ്ഥാനാർത്ഥിയുടെ വോട്ട് എത്രയുണ്ടോ അതേ മൈനസ് റിവൽ തോറ്റ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പം നമുക്ക് എത്ര വോട്ടുകൾ കൂടുതൽ കിട്ടി ജയിച്ചു എന്ന് പറയാൻ പറ്റും. ഓക്കെ, നോക്കിക്കേ, നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാം. നമ്പർ ഓഫ് വോട്ട്സ് ബൈ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്, അതായത് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് വോട്ട്സ് ബൈ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്, നമ്പർ ഓഫ് വോട്ട്സ് അതായത് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ, നമ്പർ ഓഫ് വോട്ട്സ് ബൈ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്, അതായത് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 77,500 വോട്ട്സ് ആണ് സക്സസ്ഫുൾ കാൻഡിഡേറ്റിന് കിട്ടിയത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് വോട്ട്സ് ബൈ റിവൽ കാൻഡിഡേറ്റ്, നമ്പർ ഓഫ് വോട്ട്സ് ബൈ റിവൽ കാൻഡിഡേറ്റ് അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 3,48,700 വോട്ട്സ് ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ദെൻ വിന്നിംഗ് മാർജിൻ, അതാണ് നമ്മളോട് ചോദിച്ചത് എത്ര വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് അല്ലെ. വിന്നിംഗ് മാർജിൻ ഓഫ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ്, വിന്നിംഗ് മാർജിൻ ഓഫ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ് അതായത് ജയിച്ച സ്ഥാനാർത്ഥിയുടെ
വോട്ടുകൾ എത്ര ഭൂരിപക്ഷത്തിനാണ് ആ ജയിച്ച സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത്, എത്ര വോട്ടുകൾ കൂടുതൽ കിട്ടി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ജയിച്ച സ്ഥാനാർത്ഥികളുടെ വോട്ടിന്റെ എണ്ണം 5,77,500 മൈനസ് 3,48,700 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് സബ്ട്രാക്ഷൻ നടത്താം. 5,77,500 മൈനസ് 3,48,700. 0, 0, 5ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ബോറോ ചെയ്യുന്നു 15. 7ന്റെ കയ്യിൽ നിന്നാണൊന്ന് 1 മേടിച്ചത്. അപ്പം 7 എന്നുള്ളത് 6 ആയി അല്ലെ. അപ്പൊ നോക്കിയേ 15 മൈനസ് 7 8 ആണ്. വീണ്ടും 6ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ബോറോ ചെയ്തു. 16 6 ആയി. അപ്പം 8 then 2 then 2. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന 2,28,800. സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. സബ്ട്രാക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിച്ചു പോരുന്നതാണ് സബ്ട്രാക്ഷൻ. അതായത് ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കാനില്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്യും അല്ലെ. തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഫണ്ട് വാങ്ങിക്കും. അങ്ങനെയാണ് നമ്മൾ ബോറോയിങ് മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് സബ്ട്രാക്ട് ചെയ്തപ്പോ 2,28,800. അതായത് ഈ 2,28,800 വോട്ടിനാണ് ഈ ജയിച്ച സ്ഥാനാർത്ഥി ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അത്രയും വോട്ട് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് ആൻസർ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, then fourth question നോക്കിക്കേ. fourth question, Kirti bookstore sold books worth 2,85,891 in the first week of June. അതായത് ജൂണിലെ ഫസ്റ്റ് വീക്കില് കീർത്തി ബുക്ക് സ്റ്റോറിൽ വിറ്റ പുസ്തകങ്ങൾ എത്ര രൂപയ്ക്കാണ് പുസ്തകങ്ങൾ വിറ്റിരിക്കുന്നത്? 2,85,891 റുപ്പീസിന് ജൂൺ ഫസ്റ്റ് വീക്കിൽ ആ കടയില് ബുക്കുകൾ വിറ്റു. ഓക്കെ, ആൻഡ് ബുക്സ് വർത്ത് 4,768 in the second week of the month. അതായത് ജൂൺ മാസത്തിലെ സെക്കൻഡ് വീക്കില് 4,768 റുപ്പീസിന്റെ ബുക്കുകൾ അവിടെ വിറ്റു. അതായത് ജൂൺ ഫസ്റ്റ് വീക്കില് 2,85,891 ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കിനും 4 lakh ആയി അല്ലെ. 4 lakh രൂപയുടെ അത്രയും രൂപയുടെ പുസ്തകങ്ങള് വിറ്റു. ഓക്കെ, ഹൗ മച്ച് വാസ് ദ സെയിൽ ഫോർ 2 weeks ടുഗദർ? അതായത് 2 ആഴ്ചയിലും കൂടെ ടോട്ടൽ കിട്ടിയ സെയിൽ എത്ര രൂപയ്ക്കുണ്ടായിരുന്നു? അതായത് ഫസ്റ്റ് വീക്കിൽ കിട്ടിയ വിൽപ്പന എന്ന് പറയുന്ന എത്ര രൂപയ്ക്കാണ് വിറ്റത്? 2,85,891 ആണ്. സെക്കൻഡ് വീക്ക് ആയപ്പോ 4,768 റുപ്പീസ് ബുക്ക്, അത്രയും രൂപയ്ക്ക് നമ്മള് ബുക്കുകൾ വിറ്റു. അപ്പം ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? യെസ്, പ്ലസ് ചെയ്താൽ മതി അല്ലെ. ഫസ്റ്റ് വീക്കില് വിറ്റ പുസ്തകങ്ങളുടെ വില പ്ലസ് സെക്കൻഡ് വീക്കിൽ വിറ്റ പുസ്തകങ്ങളുടെ എമൗണ്ട്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആ 2 വീക്കിലും ആ കടയിൽ കിട്ടിയ വരുമാനം നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇൻ വിച്ച് വീക്ക് വാസ് ദ സെയിൽ ഗ്രേറ്റ്? നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയാം ഏത് വീക്കിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നത്. ഫസ്റ്റ് വീക്കിലാണോ സെക്കൻഡ് വീക്കിലാണോ? സെക്കൻഡ് വീക്കിലാണ് അല്ലെ. സെക്കൻഡ് വീക്കില് 4 lakh നടന്നു. ഫസ്റ്റ് വീക്കിൽ 2 lakh നടന്നിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് സെക്കൻഡ് വീക്കിലാണ്. ആൻഡ് ബൈ ഹൗ മച്ച്? എത്ര രൂപയുടെ സെയിൽ കൂടുതലായിട്ട് നടന്നു? എത്ര രൂപയ്ക്ക് കൂടുതൽ പുസ്തകങ്ങള് സെക്കൻഡ് വീക്കിൽ വിറ്റു എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഫസ്റ്റ് 2 സബ് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. ഹൗ മച്ച് വാസ് ദ സെയിൽ ഫോർ 2 weeks? അതായത് 2 ആഴ്ചയിലെയും കൂടെ സെയിൽ എത്രയാണെന്ന് നമ്മള് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ബുക്സ് സോൾഡ് ഇൻ ഫസ്റ്റ് വീക്ക്. ബുക്സ് സോൾഡ് ഇൻ ഫസ്റ്റ് വീക്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് പുസ്തകങ്ങൾ വിറ്റത്? റുപ്പീസ് 2,85,891.
Then books sold in second week. രണ്ടാമത്തെ ആഴ്ചയിൽ എത്ര രൂപയ്ക്ക് ഉള്ള പുസ്തകങ്ങൾ വിറ്റു? That is 4,768 rupeesന് അത്രയും രൂപയ്ക്ക് പുസ്തകങ്ങൾ വിറ്റു. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അല്ലെ, ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പം 2,85,891 പ്ലസ് 4,768 ഇത് രണ്ടും കൂടെ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് 8 plus 1 9, 9 plus 6 15, carry over 1, 8 plus 1 9, 9 plus 7 16, 1 1 plus 5 6, 8 6. അപ്പം 6,86,659 rupees ആണ് ആ രണ്ട് ആഴ്ചയിലും കൂടെ ആ കടക്കാരന് കിട്ടിയ റുപ്പീസ് അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ടാഴ്ചയിലും കൂടെ അയാൾക്ക് കിട്ടിയ ആ ബുക്ക് സ്റ്റോളില് വന്നിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 6,86,659 rupees ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വിച്ച് വീക്ക് വാസ് ദ സെയിൽ ഗ്രേറ്റർ? ഏത് വീക്കിലാണ്? നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ അറിയാം ഏത് വീക്കിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത്. യെസ്, സെക്കൻഡ് വീക്കിൽ. അപ്പൊ നമുക്ക് എഴുതാം മോർ സെയിൽ ഇൻ സെക്കൻഡ് വീക്ക്. ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് സെക്കൻഡ് വീക്കിലാണ്. കാണാം സെക്കൻഡ് വീക്കിൽ 4,768 rupeesന് ബുക്ക് വിറ്റു, സോൾഡ് ചെയ്തു. ഓക്കെ, ഇനി ബൈ ഹൗ മച്ച് എന്ന് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാം. സെക്കൻഡ് വീക്ക് സ്കെയിൽ വാസ് ഗ്രേറ്റർ. സെക്കൻഡ് വീക്ക് സ്കെയിലാണ് കൂടുതൽ എന്ന് പറയുന്നത്. ബൈ എത്രയാണ് കൂടുതൽ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് 4,768 മൈനസ് 2,85,891 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 7 ഇവിടെ നമുക്ക് ബോറോ ചെയ്യണം. അപ്പൊ നമുക്ക് 7 കിട്ടി. ദെൻ അടുത്തത് നമ്മള് ബോറോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ 6 ഉള്ളൂ. അപ്പൊ നമുക്ക് 8 4 അതുപോലെ തന്നെ 1 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ് കൂടുതൽ വരുന്നത്? 1,14,877 rupees ഫസ്റ്റ് വീക്കിനേക്കാൾ കൂടുതൽ സെക്കൻഡ് വീക്കിൽ വന്നു. ഇത്രയും എമൗണ്ട് ആണ് സെക്കൻഡ് വീക്കില് ഫസ്റ്റ് വീക്കിനേക്കാൾ കൂടുതൽ വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ സബ്ട്രാക്ട് ചെയ്തോളുക. നിങ്ങൾക്ക് ബോറോയിങ് മെത്തേഡിൽ സബ്ട്രാക്ട് ചെയ്യാൻ അറിയാം, നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതനുസരിച്ച് ബോറോ ചെയ്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ? അപ്പൊ ഇവിടെ 2-3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കാനായിരുന്നു. അത് കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിച്ചത് രണ്ടാഴ്ചയിലും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് ഏത് വീക്കിലാണ്? സെക്കൻഡ് വീക്കിൽ എന്ന് ചോദിച്ചു. അത് എത്രയാണെന്ന് ചോദിച്ചു. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയ സെക്കൻഡ് വീക്കിൽ നിന്ന് ഫസ്റ്റ് വീക്കിൽ കിട്ടിയ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്തു. ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്ത് എഴുതുക. ഓക്കെ, then fifth question. It was an important question. നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. ഈ ഡിഫറൻസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് നമ്പർ. അതായത് ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെയും ലീസ്റ്റ് നമ്പറിന്റെയും കൂടെ എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചെയ്യുമ്പം ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതും, സ്മോളസ്റ്റ് നമ്പറും എഴുതും. പക്ഷെങ്കിൽ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് അവർ മറന്നു പോകും. അപ്പൊ അത് അവർ ചെയ്യാറില്ല. അപ്പൊ നമ്മുടെ പകുതി മാർക്ക് പോകും. അപ്പം ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് നമ്പർ യൂസിങ് ദ ഡിജിറ്റ്സ്. അതായത് നമുക്ക് ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. ആ ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതണം, സ്മോളസ്റ്റ് നമ്പർ എഴുതണം, എന്നിട്ട് അതിന്റെ ഡിഫറൻസും കണ്ടുപിടിക്കണം. ഈച്ച് ഓൺലി വൺസ്, അതായത് ഒരു നമ്പർ ഒരു പ്രാവശ്യം മാത്രമേ എഴുതാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിരുന്നു അല്ലെ. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട, ഒരു പ്രാവശ്യം ഒരു നമ്പർ വന്നാൽ മതി, റിപ്പീറ്റിംഗ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സ്, ഈ ഡിജിറ്റ്സ് വെച്ച് നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഒന്ന് എഴുതാം. ഓക്കെ,
ഗ്രേറ്റസ്റ്റ് നമ്പർ. ഇതിനകത്ത് നോക്കിക്കേ, ഗ്രേറ്റസ്റ്റ് നമ്പർ എങ്ങനെയാ നമുക്ക് എഴുതാം? ഇവിടെ നമുക്ക് ഗ്രേറ്റസ്റ്റ് ഡിജിറ്റ് 7 ആണ് അല്ലെ. 7നേക്കാൾ ഇത്രയും കൂടെ ചെറുതാണ് 6, then 4, then 3, 2. So the answer is 76,432. ചില കുട്ടികൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഗ്രേറ്റസ്റ്റ് നമ്പർ എഴുതുമ്പോഴും അവരിങ്ങനെ കോമ ഇട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ കോമ അവരിടും, കാരണം നമ്മുടെ ഡിജിറ്റ്സിനകത്ത് കോമ തന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യരുത്. നമ്പർ എഴുതുമ്പം ആവശ്യം ഉള്ളിടത്ത് മാത്രം കോമ മതി അല്ലെ. നമുക്കറിയാം ഫസ്റ്റ് 3 ഡിജിറ്റ് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ കോമ ഇടുന്നത്. അവിടെ മാത്രം മതി, അല്ലാണ്ട് ഓരോ ഡിജിറ്റും കഴിഞ്ഞ് നമ്മൾ കോമ ഇടണ്ട. കാരണം ഇതൊരു നമ്പർ ആണ്. ഇവിടെ ഓരോ ഡിജിറ്റ്സ് തന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ കോമ ഇട്ടിരിക്കുന്നത്. നമ്പർ എഴുതുമ്പം അങ്ങനെ ഓരോ ഡിജിറ്റും കഴിഞ്ഞ് കോമ വേണ്ട. അപ്പൊ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 76,432 ആണ്. ഓക്കെ, ഇനി നമുക്ക് ലീസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. ലീസ്റ്റ് നമ്പർ എഴുതാനായിട്ട് ഇത് തലതിരിച്ചിട്ടാ മതി അല്ലെ. 2, 3, 4, 6, 7. ഇതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും. ഇനി ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ 76,432 മൈനസ് 23,467 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് വേണം എഴുതാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. ചിലർ ഈ ഗ്രേറ്റസ്റ്റും സ്മോളസ്റ്റും എഴുതി അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ ഡിഫറൻസ് എന്ന് പറയുന്ന വാക്ക് കണ്ടാലും അവർ ലാസ്റ്റ് വരെ അത് മനസ്സിൽ കൊണ്ടു നടക്കില്ല. അവർ ഗ്രേറ്റസ്റ്റ് എഴുതും, സ്മോളസ്റ്റ് എഴുതും, തീരും. അങ്ങനെയല്ല, അതിന്റെ ഡിഫറൻസും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് ബോറോ ചെയ്യണം അല്ലെ. 5, 6, 9, then 2, 5. So the answer is 52,965. നിങ്ങൾ ബോറോ ചെയ്യണം. 2ന് 7 പോകൂല, 12 എഴുതും. ഇവിടെ അത് വെട്ടി നമ്മൾ 2 ആക്കണം. 12ന് 7 പോയാൽ 5, 2ന് 6 പോകൂല അല്ലെ. വീണ്ടും നമ്മൾ ബോറോ ചെയ്യും. 4നോട് 1 വാങ്ങിക്കും. 2 എന്ന് പറയുന്നത് 12 ആകും. 12ന് 6 പോയാൽ 6 ആണ്. ഇനി 3ന് വീണ്ടും 4 പോകൂല, വീണ്ടും നമ്മൾ ബോറോ ചെയ്യും. ഇത് 13 ആകും, ഇത് 5 ആകും. 13ന് 4 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 9 ആണ്. Then 5ന് 3 സബ്ട്രാക്ട് ചെയ്താൽ 2, 7ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 5. അങ്ങനെയാണ് നമുക്ക് 52,965 കിട്ടുന്നത്. ഓക്കെ, ഈ കട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി പോവുക കേട്ടോ. കാരണം ഒരു നമ്പർ മുകളിൽ കിടക്കുന്ന നമ്പർ ചെറുതാണെങ്കിൽ താഴത്തെ നമ്പറിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ 1 ബോറോ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ 5 ക്വസ്റ്റ്യനും നന്നായിട്ട് റീഡ് ചെയ്യുക. നന്നായിട്ട് റീഡ് ചെയ്ത് അതിന്റെ മീനിങ് മനസ്സിലാക്കണം. അതുപോലെ സ്റ്റെപ്പ് പ്രോബ്ലത്തിന് സ്റ്റെപ്പ് എഴുതണം. സ്റ്റെപ്പ് എഴുതിയെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. സ്റ്റെപ്പ് എഴുതി കാൽക്കുലേഷൻസ് ഒക്കെ അവിടെ ചെയ്ത് കാണിച്ചിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ റീഡ് ചെയ്യുക, മനസ്സിലാക്കുക. എന്നിട്ട് ഏതാണ് ചെയ്യേണ്ടത്, അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അതനുസരിച്ച് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, താങ്ക് യു.